കഠിനാധ്വാനവും സാഹസികതയും ദൈവവിശ്വാസവും കൈമുതലാക്കി അവർ ഇവിടെ ഒരു പുതിയ കാനാൻ ദേശം തീർത്തു. ചെമ്പേരി എന്ന ഈ പുതിയ കാനാൻ ദേശത്തെക്കുറിച്ച് അറിയുവാനുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ സമയം. ചെമ്പേരിയിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആഴം ചെമ്പേരി മാതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നലകളിലെ ഇല്ലായ്മകളിൽ നിന്നും ഇന്നിന്റെ സമൃദ്ധിയിലേക്ക് ഉയർന്നപ്പോൾ ഇവിടെ ചെമ്പേരി മാതാവും ആദരിക്കപ്പെടുന്നു. നിർബന്ധിത പിരിവില്ലാതെ മനസ്സ് നിറഞ്ഞുള്ള സംഭാവനകൾ കൊണ്ട് മാത്രം മലബാറിലെ ഏറ്റവും വലിയ ദേവാലയം ഇവിടെ ഉയർന്നപ്പോൾ അതും ഒരു ചരിത്രമാകുന്നു. കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഞങ്ങളെ എത്തിച്ചത് ഒരു ആദ്യകാല കുടിയേറ്റ കർഷകനിലാണ്. ഭൂലോക രക്ഷകൻ എന്ന് തുടങ്ങുന്ന ഇടവക ഗാനം രചിക്കുകയും അങ്ങനെ ചെമ്പേരിയോളം തന്നെ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന അയ്യങ്കാനായൽ കുഞ്ഞേട്ടനിലേക്ക്. ഭാവി തലമുറയ്ക്കൊരു ചരിത്രം. ഭാവി തലമുറയ്ക്കൊരു ചരിത്രം. ഇനി ചെമ്പേരി എന്ന പേരിന്റെ ഐതിഹ്യത്തിലൂടെ ആരംഭിക്കാം. വെള്ളാട് ക്ഷേത്രത്തിൽ നിന്നും പയ്യാവൂർ ക്ഷേത്രത്തിലേക്ക് ചെമ്പ് പേറി പോകുന്നതിനിടയിൽ ഇവിടെ ഇറക്കി വിശ്രമിച്ചിരുന്നു. ഇതിൽ നിന്നാവാൻ ചെമ്പേരി എന്ന പേര് വന്നത്. ചെമ്പേരിയിൽ കുടിയേറ്റം ആരംഭിക്കുന്നത് 1943-ലാണ്. സ്വന്തം നാട്ടിൽ ഒരു കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ചെമ്പേരിക്കാരുടെ ആഗ്രഹം സഫലമാകുന്നത് 1947 ഒക്ടോബർ 9-നാണ്. പുളിക്കൽ വീട്ടിൽ ആദ്യത്തെ കുർബാന ചൊല്ലി. കുഞ്ഞുഞ്ഞേട്ടൻ ആ ചേട്ടത്തിയുടെ കഞ്ഞി കുടിക്കാത്ത ആദ്യകാല കുടിയേറ്റക്കാരില്ലേ. ഇവിടെ വന്നാൽ ചേട്ടത്തി എന്തെങ്കിലും കുടിപ്പിച്ച് തീറ്റയെ വിടുകയുള്ളൂ. ആരെ പുളിക്ക സാറിന്റെ അമ്മ, ഞങ്ങളുടെയൊക്കെ നാട്ടുകാരുടെ ഒരു അമ്മയാണ്. അന്ന് ബലിപീഠമൊരുക്കിയപ്പോൾ കോട്ടയം ജില്ലക്കാരനായ കൗന്നുകാട്ടിൽ വർക്കി തന്റെ വീട്ടിൽ വയ്ക്കുവാനായി കൊണ്ടുവന്ന പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം ബലിപീഠത്തിൽ വെച്ച് ബലിയർപ്പിക്കുകയുണ്ടായി. അത് ഒരു നിമിത്തമായിരുന്നു, ഒരു വലിയ തുടക്കത്തിന്റെ. പിന്നീട് അങ്ങോട്ട് ചെമ്പേരി മാതാവിൻ്റെതായി. ആദ്യകാല കുടിയേറ്റക്കാരുടെ കഷ്ടതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി ചെങ്ങളായിൽ നിന്നും കാൽനടയായി ഇവിടെ എത്തിയ കോഴിക്കോട് ബിഷപ്പായിരുന്ന ആൻഡ്രൂസ് മരിയ പത്രോണിനോട് ഇവിടുത്തുകാർ ആവശ്യപ്പെട്ടത് അവർക്ക് സ്ഥിരമായി ഒരു അച്ഛനെയായിരുന്നു. അങ്ങനെ കൊടക്കച്ചിറ അച്ഛൻ ചെമ്പേരിയിലേക്ക് നിയമിതനായി. പിന്നീട് ശ്രീ അലക്സാണ്ടർ കടുക്കുന്നേൽ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ സ്ഥലത്ത് താൽക്കാലിക ഷെഡ് കെട്ടിയുണ്ടാക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്തു വന്നു. ആദ്യത്തെ പള്ളി എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു ഷെഡാ നമ്മുടെ കണ്ണേൽ തൊടിച്ചു. ഫാദർ കൊടക്കച്ചിറയാണ് ആദ്യത്തെ വികാരി. ഷെഡിൽ ഒരു പത്താഴം കണ്ടിട്ടുണ്ടോ പിള്ളേർ? അറിയത്തില്ല, കണ്ടിട്ടുണ്ട്. ഫാദർ കൊടക്കച്ചിറയിൽ ആദ്യം ഈ പത്താം പുറത്താകട്. അക്കാലത്ത് കുടിയേറ്റ കുടുംബങ്ങൾ കൂടുതലായി ചെമ്പേരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവരുടെ യാത്രയെപ്പറ്റി 3 ദിവസം കൊണ്ടാണ് ഇവിടെ എത്തുക. ഒരു ദിവസം, ആദ്യത്തെ ദിവസം ആലുവായിൽ വന്ന് കിടക്കണം. തീവണ്ടി മദ്രാസ് എറണാകുളത്തു നിന്ന് വരും. ആലുവായിൽ നിന്ന് അത് 5:45 ഞങ്ങൾ വണ്ടി കയറും. ഷൊർണൂർ വന്ന് അത് മദ്രാസിന് പോകും. ഷൊർണൂർ വന്നിട്ട് ജംഗ്ഷനാ, മേൽപ്പാലം കടന്ന് അവിടെ കുത്തിയിരിക്കും. ഒരു മദ്രാസ് മംഗലാപുരം മെയിൽ വരും, മംഗലാപുരത്തേക്ക്. അതേ കയറി കണ്ണൂരിറങ്ങും. കണ്ണൂർ 4 മണിക്ക് എത്തും കൃത്യമായിട്ട്. ഉടനെ ഈ വളവട്ടണത്തിന് ബസ്സുണ്ട്. വളവട്ടണത്ത് വന്ന് ബോട്ട് കയറും. പറശ്ശിനിക്കടവ് വഴി ഞങ്ങൾ വന്ന് ചെങ്ങളായിലിറങ്ങും. ചെങ്ങളായിലിറങ്ങുമ്പോൾ ഒരു 9:30-10 ഒക്കെ ആവും. കുടിയേറ്റക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി റോഡുകൾ ഉണ്ടാവുകയും ചെമ്പേരി വാൻ എന്ന പേരിൽ ഒരു വാഹനം ഓടിത്തുടങ്ങുകയും ചെയ്തു. ചെങ്ങളായിന്ന് എങ്ങനെയെങ്കിലും 4 പേര് ഉരുളുന്ന ഒരു വാഹനം. ആദ്യകാല കുടിയേറ്റക്കാർ 365 ദിവസത്തിൽ 200 ദിവസവും പൊതുപണിയാണ്. റോഡ്, പള്ളി, സ്കൂള്. ഇതിനിടയ്ക്ക് അന്ന് ഇന്നത്തേക്കായാലും മാനുഷിക സ്വഭാവമുണ്ട്. ആരെങ്കിലും ഒരിടത്ത് സൂക്കേടായി കിടപ്പിലായ അവരുടെ കൃഷിയും കൂടെ നമ്മൾ കൂട്ടായിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ചെമ്പേരി കുടുംബം എന്ന് പറഞ്ഞാൽ ചെമ്പേരി ഇടവക്കാരൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ആദ്യ കുടിയേറ്റക്കാർ. ഈ പയറ്റാലിലൊരു കാരണവരുണ്ട്. പുള്ളി ഈ കല്ല് ഇങ്ങോട്ട് ഉരുട്ടിയാൽ അങ്ങ് താഴോട്ട് പോകും. ഈ പുള്ളി ഈ കല്ലുരുട്ടും. കല്ലുരുട്ടി പേരെന്നാണ് ഞങ്ങൾ പറയാം. അയാളുടെ വീട്ടുപേര് ഞാൻ പറയും. കല്ലുരുട്ടണ്ടാത്ത കല്ലും കൂടെ മൂപ്പർ കുത്തും.
എന്തിനാ ഇത് ഇട്ടിട്ടോന്ന് താഴോട്ട് പോകുന്ന കൊണ്ട് ഉള്ളി കല്ലിട്ട് ഒരു കൂക്കും കൈ കെട്ടിച്ചിരി. 1950 ഇവിടെ ആദ്യത്തെ എലിമെന്ററി സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഇനി ചെമ്പേരി മാതാവിനെ പറ്റി അല്പം. നമ്മുടെ പഴയ കാരണന്മാര് പറയും ചെമ്പേരി മാതാവ് വിളിച്ചാ വിളിയേക്കുന്ന അമ്മയാ. ഈ ആദ്യ ശനിയാഴ്ച ഭക്തി അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കൊടക്കച്ചിറ അച്ഛൻ വന്നപ്പോ ഈ ആശുപത്രി മരുന്നുകളും ഒന്നുമില്ലല്ലോ. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ഒരു ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം, സൗകര്യമുള്ളവർ വന്നു കൂടി പ്രാർത്ഥന പങ്കെടുക്കും. അപ്പൊ ഈ ഗർഭിണികളായ പെണ്ണുങ്ങളെ എന്ത് ചെയ്യും? അമ്മമാർ ഈ ആദ്യ ശനിയാഴ്ച കുർബാനയ്ക്ക് വരും, പ്രാർത്ഥിക്കും. അമ്മയോട് പ്രാർത്ഥിക്കും. അമ്മയല്ലേ, എൻ്റെ അമ്മയെ സുഖപ്രസവം. ചെമ്പേരി മാതാവിനോട് പ്രത്യേകമായി ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് കാലക്രമത്തിൽ നൊവേനയായി പരിണമിച്ചു. ചെമ്പേരി മാതാവ് അനുഗ്രഹത്തിന്റെ ഉറവിടമാണ്. 1953 ഡിസംബർ 3 തലശ്ശേരി രൂപത സ്ഥാപിതമാവുകയും ആ വർഷം തന്നെ ചെമ്പേരി ഇടവക സ്ഥാപനവും നടന്നു. അങ്ങനെ ജേക്കബ് വാരികാട് അച്ഛൻ ചെമ്പേരിയുടെ വികാരിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 1957 ജോസഫ് പുളിക്കൽ, മുക്കുഴി വർക്കി എന്നിവർ സംഭാവനയായി നൽകിയ സ്ഥലത്ത് ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. 1958 തലശ്ശേരി രൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ഈ ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മവും നിർവഹിച്ചു. ഈ കാലയളവിൽ തന്നെ ഇവിടുത്തെ UP സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തപ്പെടുകയും ചെയ്തു. ഈ കാലയളവിലെ 1-2 പ്രഗൽഭ വ്യക്തികളെ കൂടി ഞങ്ങൾ സ്മരിക്കട്ടെ. ചെമ്പേരി മാതാവിനെ ഇന്നും പ്രകീർത്തിക്കുകയും ചെമ്പേരി മക്കളെ ഇന്നും അതിരറ്റ് സ്നേഹിക്കുകയും ചെയ്യുന്ന കുടിയേറ്റ രൂപതയുടെ പ്രിയ പിതാവ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി. മികച്ച സാമൂഹിക പ്രവർത്തകനും ആദ്യകാല അധ്യാപകനുമായിരുന്ന ചാലിൽ മാത്യു സാർ. 2000 ആണ്ട് പൂർത്തിയായി. നാം 21-ാം നൂറ്റാണ്ടിലേക്ക്. മാതാവ് ചെമ്പേരിയെ കൂടുതലായി അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചു.